ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്ന എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം പ്രഭാത സന്ദേശമായിട്ട് വിശ്വാസത്തെക്കുറിച്ച് പറയുവാനിടയായി. അതിനാധാരമായിട്ട് ഇന്ന് ഒരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 19-ാം വാക്യം. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് ദൈവത്തിന് സ്തോത്രം വിശ്വാസത്തിൻ്റെ വിവിധ അളവുകളെക്കുറിച്ച് ദൈവവചനം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. ഇവിടെ അവിശ്വാസം, ദൈവത്തിന് സ്തോത്രം, ശിഷ്യന്മാരുടെ ഇടയിൽ അവിശ്വാസം കടന്നു വന്നതായിട്ട് നമ്മളിവിടെ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നതിന് മേളിത്തോട്ട് നമ്മൾ വായിക്കുമ്പോൾ ദൈവത്തിന് സ്തോത്രം ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ശിഷ്യന്മാരുടെ അടുക്ക വന്നാറെ വലിയ പുരുഷാർ അവനെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നതും കണ്ടു. പുരുഷാർ അവനെ കണ്ടയുടനെ പ്രേമിച്ചു ഓടി വന്ന് അവനെ വന്ദിച്ചു. അവൻ അവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്ന എന്ത് എന്ന് ചോദിച്ചു. അതിനെ പുരുഷാരത്തിൽ ഒരുത്തൻ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അത് ദൈവത്തിന് സ്തോത്രം. അവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു. പിന്നെ അവൻ നുരച്ച് പല്ല് കടിച്ച് വരണ്ടു പോകുന്നു. ദൈവത്തിന് സ്തോത്രം. അതിനെ പുറത്താക്കേണ്ടതിന് ഞാൻ നിൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിഞ്ഞില്ല എന്നുത്തരം പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ അവരോട്, അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവിനെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് യേശു പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, ഒരു ഊമനും ചെകിടനുമായ ഒരു മനുഷ്യനെ ദൈവത്തിന് സ്തോത്രം തൻ്റെ പിതാവ് ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു. മകനെ, ദൈവത്തിന് സ്തോത്രം, അവർക്കവനെ സൗഖ്യമാക്കുവാൻ കഴിഞ്ഞില്ല. അത് പറഞ്ഞിട്ട് അവർ തർക്കിച്ചുകൊണ്ടിരിക്കുമ്പോൾ യേശു അവരോട് പറയുന്ന കാര്യമാണ് നമ്മളിവിടെ വായിച്ചത്. അവിശ്വാസമുള്ള തലമുറ എത്രത്തോളം ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീനെന്ന് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, അവിശ്വാസം അവരുടെ ജീവിതത്തിൽ കടന്നു വന്നുവെന്ന് നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രൈസ് ലോർഡ്. പ്രിയമുള്ളവരെ, അവരോട് കൂടെ യേശു ഇരുന്നിട്ടും അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തത് കണ്ടിട്ടും പലപ്പോഴും അവരുടെ ജീവിതത്തിൽ ഹല്ലേലൂയ അവിശ്വാസം കടന്നു വന്നു. വിശ്വസിക്കുവാൻ കഴിയാതെ വണ്ണം അവരുടെ ജീവിതത്തിൽ അവിശ്വാസം കടന്നു വന്നുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. എന്നിട്ട് ഹല്ലേലൂയ യേശു പറയുകയാണ്, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുവീൻ. ദൈവത്തിന് സ്തോത്രം. അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ കണ്ടയുടനെ ആത്മാവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണു, നുരച്ച് ഉരുണ്ടു. ഇത് അവന് സംഭവിച്ചിട്ട് എത്ര കാലമായി എന്ന് അവൻ്റെ അപ്പനോട് ചോദിച്ചതിന് അവൻ ചെറുപ്പം മുതൽ തന്നെ അത് അവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. ഹല്ലേലൂയ. ഇവിടെ അപ്പൻ കരഞ്ഞുകൊണ്ട്, വേറെ മത്തായി സുവിശേഷത്തിൽ എഴുതിയിരിക്കുന്ന ഉറക്കം നിലവിളിച്ചുകൊണ്ടാണ് യേശുവിനോട് പറയുന്നത്, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ. ദൈവത്തിന് സ്തോത്രം. യേശു അവനോട് പറയുന്നത് ഇങ്ങനെയാണ്, ദൈവത്തിന് സ്തോത്രം, നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ എന്നെ വിശ്വസിക്കുന്നവന് സകലതും കഴിയും. ഹല്ലേലൂയ. കർത്താവിൽ വിശ്വസിക്കുക പ്രിയമുള്ളവരെ, കർത്താവിലൊന്ന് വിശ്വസിക്കുക. എൻ്റെ കർത്താവിന് ചെയ്യുവാൻ കഴിയാത്ത ഒരു കാര്യവും ഇല്ലെന്ന് നമ്മൾ പൂർണ്ണമായിട്ടൊന്ന് വിശ്വസിക്കുക. എൻ്റെ കർത്താവിൽ വിശ്വസിച്ച് കഴിഞ്ഞാൽ പ്രിയമുള്ളവരെ, അവൻ സകലതും ചെയ്തു തരും, സകലതും കഴിയും. അതാ തമ്പുരാൻ ഇവിടെ പറയുന്നത്, നിന്നാൽ കഴിയുമെങ്കിൽ എന്നോ വിശ്വസിക്കുന്നവന് സകലതും കഴിയും. നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കണം. എൻ്റെ കർത്താവിനെ കൊണ്ട് സകലതും കഴിയും. ദൈവത്തിന് സ്തോത്രം. എന്നെ വിടുവിപ്പാനും എൻ്റെ വിഷയത്തിന് പരിഹാരം വരുത്തുവാനും നാളുകളായി പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് വിടുതൽ നൽകി തരുവാനും എൻ്റെ കർത്താവിന് കഴിയുമെന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. ഹല്ലേലൂയ. ഇതാണ് അവിടെ പറഞ്ഞപ്പോൾ അപ്പൻ, ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു വന്ന, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ. പ്രിയ പിതാവ് പറയുവാൻ ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു. അതാ വിശ്വാസം, അതാണ് വിശ്വാസം. പൂർണ്ണമായിട്ട് യേശുവിൽ വിശ്വസിക്കുക. എന്നാൽ നീ നിൻ്റെ കുടുംബം രക്ഷ പ്രാപിക്കുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുവെങ്കിൽ പൂർണ്ണമായിട്ട് കർത്താവിലൊന്ന് വിശ്വസിക്കുക, ഒന്ന് ഏറ്റെടുക്കുക. എൻ്റെ വിഷയത്തിന് പരിഹാരം. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന പ്രിയപ്പെട്ടവരില്ലയോ, കണ്ണുനീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരില്ലയോ, നിങ്ങൾ പൂർണ്ണമായിട്ട് യേശുവിൽ വിശ്വസിക്കുക. അവരെ വിടുവിപ്പാൻ നമ്മുടെ കർത്താവ് മതിയായവനാ. ഇവിടെ പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം, വിശ്വസിക്കുന്നു, ദൈവത്തിന് എന്ന് എൻ്റെ അവിശ്വാസത്തെ സഹായിക്കണമേ എന്ന് പറഞ്ഞു.
എന്നാറെ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് ദൈവത്തിന് അശുദ്ധാത്മാവിനെ ശാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടു പോ, ഇനിയും അവനിൽ കടക്കരുത് എന്ന് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞു. അതാ യേശു. ഹല്ലേലൂയ. അവൻ പറയുക, എന്നിൽ വിശ്വസിക്കുന്നവന് എല്ലാം ഞാൻ നൽകിത്തരും. പൂർണ്ണമായിട്ട് യേശുവിൽ വിശ്വസിച്ചാൽ സകലതും കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ വിഷയങ്ങൾ എന്ത് തന്നെയായിരുന്നാലും നമ്മൾ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് ദൈവസന്നിധിയിൽ വിശ്വസിച്ച് ഏറ്റെടുക്കുക. ഹല്ലേലൂയ. നമ്മുടെ കർത്താവിന് സകലതും കഴിയുമെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുക. എന്നിട്ട് നമുക്കറിയാം, അപ്പോൾ അവന് അത് നിലവിളിച്ചു. അവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറവാൻ തക്കവണ്ണം അവൻ മരിച്ചവനെ പോലെയായി. യേശു അവനെ കൈക്ക് പിടിച്ച് നിവർത്തി അവനെ എഴുന്നേൽപ്പിച്ചെന്ന ദൈവത്തിന് സ്തോത്രം. എന്താ അവിടെ നടന്നത്? ഹല്ലേലൂയ. ദൈവത്തിൽ പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിക്കുക, കർത്താവിൽ പൂർണ്ണമായിട്ട് വിശ്വസിക്കുക. വിശ്വസിക്കുന്നതിൽ സകലതും കഴിയുമെന്ന ദൈവവചനം പഠിപ്പിക്കുന്നത്. അല്ല, എന്നിട്ട് ഈ പിതാവ് ഉറക്കം നിലവിളിച്ചുകൊണ്ട് പറയുക, ഞാൻ വിശ്വസിക്കുന്നു, നിന്നാൽ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതാ പ്രിയമുള്ളവരെ, നമുക്ക് പറയുവാൻ ഇന്ന് പകൽ രാവിലെ സമയം കഴിയട്ടെ. എൻ്റെ കർത്താവിന് സകലതും കഴിയും. എന്നെ വിടുവിപ്പാൻ കഴിയും, എന്നെ സൗഖ്യമാക്കുവാൻ കഴിയും, എൻ്റെ പ്രശ്നത്തിന് പരിഹാരം വരുത്തുവാൻ എൻ്റെ കർത്താവിന് കഴിയും. ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കും. നമുക്കറിയാം, യേശു ശിഷ്യന്മാരുമായി പടകിൽ പോയി. ദൈവത്തിന് സ്തോത്രം. അവിടെ പടകിൽ പോയപ്പോൾ അവർ ഒത്തിരി അത്ഭുതങ്ങൾ കണ്ടിട്ടാണ് പടകിൽ പോയത്. എന്നിട്ട് കാറ്റും കടലും തിരമാലകളും പടകിന് നേരെ ആഞ്ഞടിച്ചപ്പോൾ ദൈവത്തിന് സ്തോത്രം, യേശു അതിൻ്റെ തലമണ വെച്ച് കിടന്നുറങ്ങുകയായിരുന്നു. അമരത്ത് തലമണ വെച്ച് കിടന്നുറങ്ങുന്നുവെന്ന് നമ്മളവിടെ വായിക്കുമ്പോൾ കാണുന്നു. ശിഷ്യന്മാർ വളരെ പേടിച്ചിട്ട് യേശുവിനെ തട്ടി ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിലേക്ക് വിചാരമില്ലയോ? യേശു അപ്പോഴും പറയുന്നത്, അല്പവിശ്വാസികളെ, നിങ്ങൾ ഇത്രയൊക്കെ കണ്ടിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ലയോ? ദൈവത്തിന് സ്തോത്രം. കാറ്റിനെയും കടലിനെയും ശാസിച്ചുവെന്ന് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നു. നമ്മുടെ പടകിൽ യേശു ഉണ്ടെങ്കിൽ നമ്മൾ വിശ്വസിക്കാൻ എൻ്റെ യേശുവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. നമ്മൾ യാത്ര ചെയ്യുന്ന പടകിൽ ആരുണ്ട്? നമ്മുടെ കർത്താവുണ്ട്. ഇവിടെ ശിഷ്യന്മാരുടെ കൂടെ ആരുണ്ടായിരുന്നു? കർത്താവ്. കാറ്റിനെയും കടലിനെയും ശാസിച്ചുവെന്ന് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പൂർണ്ണമായിട്ട് നമ്മൾ വിശ്വസിച്ചാൽ നമ്മുടെ കർത്താവിന് സകലതും കഴിയും. പ്രിയമുള്ളവരെ, നിനക്ക് സകലതും കഴിയുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നുവെന്ന് യോബ്. ഹല്ലേലൂയ. 42-ാം അധ്യായം, യോബിൻ്റെ പുസ്തകം 42-ാം അധ്യായം നമ്മൾ വായിക്കുമ്പോൾ അവിടെ കാണുന്നു, നിന്നെക്കുറിച്ചൊരു കേൾവി മാത്രമേ ഞാൻ കേട്ടിരുന്നുള്ളൂ, ഇപ്പോൾ ഞാൻ എൻ്റെ കണ്ണാൽ കണ്ടിരിക്കുന്നു. നിനക്ക് സകലതും സാധിക്കുമെന്നും നിൻ്റെ ഉദ്ദേശമൊന്നും അസാധ്യമല്ലെന്ന് ഞാൻ അറിയുന്നെന്ന് അയ്യോ പറഞ്ഞത്. ആ ഒരു അറിവ്, ദൈവത്തിന് സ്തോത്രം, നമ്മുടെ ജീവിതത്തിലുണ്ടോ? എൻ്റെ കർത്താവിന് സകലതും കഴിയുമെന്ന് വിശ്വസിക്കുവാൻ കർത്താവ് നമുക്കത് ഒരുക്കി തരും. പ്രിയമുള്ളവരെ, എൻ്റെ കർത്താവിനൊന്നും അസാധ്യമല്ല. അസാധ്യത്തെ സാധ്യമാക്കി തരുന്ന ഒരുവനെയാണ് നമ്മൾ ആരാധിക്കുന്നത്. അസാധ്യത്തെ സാധ്യമാക്കി തരുന്ന ഒരുവനെയാണ് നമ്മൾ വിശ്വസിക്കുന്നത്. പൂർണ്ണമായിട്ട് വിശ്വസിക്കുക, പൂർണ്ണമായിട്ട് ഏറ്റെടുക്കുക. നമ്മുടെ കർത്താവ് നടത്തി തരുവാൻ ശക്തനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് രാവിലെ സമയം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് വചനത്തിൻ്റെ മുമ്പാകെ എനിക്ക് പറയുവാനുള്ളത്, ദൈവവചനത്തിലൊന്നും അടിയുറച്ച് വിശ്വസിക്കുക. നമ്മൾ അല്പവിശ്വാസികളായി തീരരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വാസത്തോടെ മുന്നേറുവാൻ നമുക്ക് കഴിയട്ടെ. നമ്മളെ അനുഗ്രഹിക്കുവാൻ, നമ്മളെ നടത്തുവാൻ നമ്മുടെ ദൈവം മതിയായവനാണ്. പ്രിയമുള്ളവരെ, നമ്മളെ തന്നെ ഈ വചനത്തിന് മുമ്പാകെ ഏൽപ്പിച്ചു കൊടുക്കാം. അല്പവിശ്വാസം, അവിശ്വാസം, ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാൽ ജീവിതത്തിൽ ദൈവത്തിന് സ്തോത്രം, നമ്മൾ തകർന്നു പോകും. കർത്താവ് നമ്മുടെ കൂടെയുണ്ടെങ്കിൽ, കർത്താവ് നമ്മുടെ പടകിലുണ്ടെങ്കിൽ നമ്മൾ ഹല്ലേലൂയ, എൻ്റെ കർത്താവിന് സകലതും കഴിയുമെന്ന് നമ്മൾ വിശ്വസിക്കുക. ഏറ്റെടുക്കുക. വചനത്തിന് മുമ്പാകെ നമ്മൾ ഏറ്റെടുക്കുക. കർത്താവ് വിടിവിപ്പാൻ ശക്തനാണ്. നാളുകളായി പ്രശ്നങ്ങൾ ഇട്ടുകൊണ്ട്, ഭാരങ്ങൾ ഇട്ടുകൊണ്ട്, രോഗങ്ങൾ ഇട്ടുകൊണ്ട്, പ്രതിസന്ധികൾ ഇട്ടുകൊണ്ട് ഹല്ലേലൂയ നമ്മളെ ഇല്ലാതാക്കാൻ നോക്കുന്ന പിശാചിൻ്റെ മുൻപിൽ ധൈര്യത്തോട് നമ്മൾ പറ, എൻ്റെ കർത്താവിന് സകലതും കഴിയും. എന്നെ വിടിവിപ്പാൻ എൻ്റെ കർത്താവ് മതിയായവനാണ്. ദൈവവചനത്തിന് മുമ്പാകെ ഏറ്റെടുത്തുകൊണ്ട് നമ്മൾ ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നതോർത്ത് സ്തോത്രം. ഞങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നു, എൻ്റെ കർത്താവിന് സകലതും കഴിയുമെന്ന്. ഹല്ലേലൂയ. ആ പിതാവും പറഞ്ഞതുപോലെ, നിലവിളിച്ച് പറഞ്ഞതുപോലെ ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, എൻ്റെ കർത്താവിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ഞങ്ങളെ ഏറ്റെടുക്കുന്നു. വചനത്തിന് മുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കുക. സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ. ആമേൻ. സ്തോത്രം.